വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ വാക്യങ്ങളിൽ സർദീസിലെ സഭയ്ക്കുള്ള സന്ദേശമാണ് നാം കാണുന്നത്. നമ്മുടെ കർത്താവ് ഈ സഭയോട് ബന്ധപ്പെടുന്നത് ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ ആയിട്ടാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ പാഠങ്ങളിൽ ഈ വിശേഷണത്തെക്കുറിച്ച് നാം ചിന്തിച്ചതാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെയും സമ്പൂർണതയെയുമാണല്ലോ 7 ആത്മാക്കൾ എന്ന് പറയുന്നതിൻ്റെ സാരം. 7 നക്ഷത്രങ്ങൾ 7 സഭകളെ കുറിക്കുന്നതാണ്. സർദീസിലെ സഭയിലെ അന്നത്തെ സ്ഥിതി വിചാരിച്ചാൽ കർത്താവിൻ്റെ ഈ വിശേഷണം വളരെ അന്വർത്ഥമായിട്ടാണ് കാണപ്പെടുന്നത്. കർത്താവ് അവരോട് അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കുക: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. മറ്റു സഭകളിൽ നിന്നും ഈ സഭയ്ക്കുള്ള പല വ്യത്യാസങ്ങളിൽ ഒന്ന്, ഈ സഭയെക്കുറിച്ച് കർത്താവിന് അഭിനന്ദിക്കാൻ ഒന്നുമില്ല എന്ന കാര്യമാണ്. നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നൊന്നും പറയുന്നില്ല. മാത്രമല്ല, നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല എന്നും യേശുക്രിസ്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അവർക്ക് പ്രവൃത്തികൾ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരുന്നില്ല. ഒരുപക്ഷെ മനുഷ്യരുടെ വളരെ ആനന്ദ അഭിനന്ദനങ്ങൾക്ക് കാരണമായി തീർന്ന പ്രവൃത്തികൾ അവർക്കുണ്ടായിരുന്നിരിക്കാം. നമ്മുടെ ഏത് പ്രവൃത്തികളും ദൈവം പരിശോധിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള മനോഭാവം എന്താണെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പ്രവൃത്തിക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്, അതായിരിക്കും ദൈവം നോക്കുന്നത്. പ്രവൃത്തികളുടെ വലിപ്പവും മഹത്വവും നോക്കിയല്ല ദൈവം പ്രസാദിക്കുന്നത്. മനുഷ്യർ കാണുവാൻ വേണ്ടി മാത്രം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. കർത്താവ് അങ്ങനെയുള്ള കാര്യങ്ങളെ ശാസിച്ചിട്ടുണ്ട്. ദൈവത്തിന് മുൻപിൽ പൂർണ്ണതയുള്ള പ്രവൃത്തികൾ നമുക്ക് ഉണ്ടാകുവാൻ ഉത്സാഹിക്കേണ്ടതാണ്. മനുഷ്യരുടെ മുൻപിൽ തികഞ്ഞതാണെന്ന് തോന്നുന്ന അനേകം കാര്യങ്ങൾ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ കത്തി ചാമ്പലായിപ്പോയി എന്ന് വരാം. ദൈവത്തിൻ്റെ മുൻപിൽ പൂർണ്ണതയുള്ളതൊന്നും ഒരിക്കലും ഇല്ലാതെ ആകയില്ല. സർദീസ് സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന അടുത്ത കാര്യം, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവൻ ആകുന്നു എന്നാണ്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് ഒരു പഴമൊഴി കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുപോലെയാണ് ഇത്. പേരിനടുത്ത ജീവിതം ഇല്ല. ഒരുപക്ഷെ അവരുടെ പ്രവൃത്തികൾ കണ്ടാൽ ജീവനുള്ളവർ എന്ന് പറയത്തക്കവണ്ണം അത്രമാത്രം കാര്യങ്ങൾ അതിൽ കണ്ടു എന്ന് വരാം. എന്നാൽ അവർ മരിച്ചവരാണ് എന്ന് കർത്താവ് പറഞ്ഞു. മുടിയനായ പുത്രൻ്റെ ഉപമയിൽ അവൻ അപ്പൻ്റെ അടുക്കൽ നിന്ന് ദൂരത്ത് പോയി പന്നികളുടെ ഇടയിൽ ജീവിച്ചു. തിരിച്ചു വന്നപ്പോൾ ആ സ്നേഹവാനായ അപ്പൻ പറയുന്നത്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്നാണ്. മരിച്ചവൻ എന്നതുകൊണ്ട് അപ്പനുമായി ഉണ്ടായിരിക്കേണ്ട സഹവാസം ഇല്ലാതിരുന്ന കാലത്തെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പനുമായുള്ള സ്നേഹബന്ധം പുലർത്താതെ അവൻ ജീവിച്ചു. ആ ജീവിതം നശിച്ചതായിട്ടാണ് അപ്പൻ കരുതിയത്. അനേകം സഭകൾ ഈ അനുഭവമുള്ളവരായിട്ടുണ്ട്. യഥാർത്ഥ ജീവൻ അഥവാ ആത്മാവിൻ്റെ പ്രേരണയാലുള്ള പ്രവൃത്തികൾ ഇല്ലാത്ത അനുഭവം. വളരെയധികം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പേര് വളരെ പ്രസിദ്ധമാണ്. അത് പ്രസിദ്ധമാക്കുക എന്നതും ഒരു പ്രവൃത്തിയാണ്. എന്നാൽ സാക്ഷാൽ ഉണ്ടായിരിക്കേണ്ട ആത്മാവിൻ്റെ പ്രചോദനം അല്ല അതിൻ്റെ പുറകിലുള്ളത്. മനുഷ്യൻ്റെ പ്രസാദവും മറ്റുമായിരിക്കും അതിൻ്റെ ലക്ഷ്യം. വളരെ അപകടം പിടിച്ച അനുഭവമാണ് ഇത്. നമുക്ക് ഈ അവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ചിന്തിച്ചു നോക്കുക. തുടർന്ന് കർത്താവ് ആ സഭയോട് അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അവർ ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അവരുടെ ശരിയായ ജീവിതാവസ്ഥയെ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. ഉണർന്നുകൊള്ളുക. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന അനുഭവത്തെയാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. ആത്മീയമായ ഉറക്കം ഇക്കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായി പലരും പറയാറുണ്ട്. പക്ഷേ കാലത്തിൻ്റെ സമ്മർദ്ദം മൂലം ഉറങ്ങിക്കൊള്ളണമെന്നില്ല. ഉണരുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ ഉണരുവാനും ഉറങ്ങാതെ ഇരിക്കുവാനും നമുക്ക് സാധിക്കും. നമ്മുടെ താല്പര്യങ്ങൾ എത്ര ശക്തിയായി നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ടോ അത്രത്തോളം ഉണർന്നിരിപ്പാൻ നമുക്ക് കഴിയുന്നതാണല്ലോ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക.
കേവലം ഒരു ശേഷിപ്പ് ചാകാതെ കിടക്കുന്നു എന്നാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. അവയെ ശക്തീകരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ശക്തീകരിക്കുവാൻ ആളുണ്ടെങ്കിൽ അവ ചാകയില്ല എന്ന് മനസ്സിലാക്കാം. സഭകളിൽ ഇങ്ങനെയുള്ള അനേകർ ഇന്നും ഉണ്ട്. ആത്മീയ ചൈതന്യമില്ലാത്തവർ. അവരെ ധൈര്യപ്പെടുത്തി കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുത്തുവാൻ ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ സഭകൾ ജീവിക്കുകയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യും. ആദ്യകാലങ്ങളെ ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുവാൻ കർത്താവ് ആഹ്വാനം കൊടുക്കുന്നു. ഇവിടെ ഓർക്കുവാൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമാക്കിയിട്ടില്ല. അവർ പ്രാപിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും വിശദമാക്കിയിട്ടില്ല. അവർ പ്രാപിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളും അവർ അനുഭവിച്ച അനുഗ്രഹങ്ങളും ആയിരിക്കാമല്ലോ. ദൈവവചനത്തിലേക്കും ദൈവ സമ്പർക്കത്തിലേക്കും മടങ്ങി വരിക എന്ന ചിന്തയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതുതന്നെയാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ സാരവും. അതാണ് സഭകളുടെ അവസ്ഥ എന്താണോ അതനുസരിച്ചാണ് മാനസാന്തരപ്പെടുക എന്ന ആഹ്വാനത്തിലെ ആശയം നാം മനസ്സിലാക്കേണ്ടത്. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും എന്ന് ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല എന്നൊരു ഭയനിർദ്ദേശവും കൂടെ കർത്താവ് ആ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് ഇത്. 7 സഭകൾക്കുള്ള ദൂതുകളിൽ ഞാൻ വരും എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ ഇന്ന് നമ്മുടെ ജീവിതത്തെ ഉണർത്തുവാൻ പര്യാപ്തമാകേണ്ടതാണ്. ഞാൻ കള്ളനെ പോലെ വരും എന്ന പ്രയോഗം മറ്റു ചില സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2-ാം വാക്യം, മത്തായി 24:43, ലൂക്കോസ് 13:39, 2 പത്രോസ് 3:10, വെളിപ്പാട് 16:15 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുക. കവർച്ചക്കാരായിട്ടല്ല കർത്താവ് വരുന്നത്. കള്ളനെപ്പോലെ വരും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മുന്നറിവ് കൂടാതെ വരും, പെട്ടെന്ന് വരും എന്നൊക്കെയുള്ള ആശയമാണ് അതിനുള്ളത്. കള്ളൻ വരുന്ന സമയം അറിഞ്ഞുവെങ്കിൽ ഉണർന്നിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് വരുന്ന സമയം കൃത്യമായി അറിയാത്തതുകൊണ്ട് എപ്പോഴും ഉണർന്നിരിക്കുവാൻ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. കർത്താവ് വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. ഈ ഭാഗ്യം വളരെ ശ്രേഷ്ഠമാണ്. കർത്താവ് വരുമ്പോൾ നാം എങ്ങനെ കാണപ്പെടണം എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ഉറങ്ങിക്കിടക്കുന്നവർ ആയിരുന്നാൽ അത് നമ്മുടെ അവിശ്വസ്തതയാണല്ലോ കാണിക്കുന്നത്. വിശ്വസ്തദാസനെ എന്നുള്ള അഭിനന്ദനം യജമാനിൽ നിന്നും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉണർന്നിരുന്ന് അവരെ യജമാനൻ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ വ്യാപൃതരായി കാണപ്പെടും. നമ്മെ ആ നിലയിൽ കാണുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എത്ര വലിയ ഭാഗ്യമാണത്! അവൻ വരുന്ന നാളും നാഴികയും അറിയാത്തത് കൊണ്ട് എപ്പോഴും ഉണർന്നിരുന്നും ഉത്സാഹത്തോടെ അവൻ്റെ ശുശ്രൂഷകളിൽ എപ്പോഴും വിശ്വസ്തരായി പ്രവർത്തിച്ചും നമ്മുടെ ദിവസങ്ങൾ കഴിക്കുവാൻ ആവശ്യമില്ലേ? സർവശക്തനായ കർത്താവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവ് ആ സഭയോട് പറയുന്നത് ശ്രദ്ധിക്കുക. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ വാക്യങ്ങൾ അരുളി ചെയ്യുന്ന നമ്മുടെ കർത്താവ് എത്ര കരുണയുള്ളവൻ എന്ന് നോക്കുക. സർദീസ് സഭയിൽ ഒരു കൂട്ടം യോഗ്യന്മാർ ഉണ്ടെന്നും അവരുടെ ഉടുപ്പ് മലിനമായിട്ടില്ലെന്നും കർത്താവ് പറയുന്നു. ഈ കുറേ പേർ ആരൊക്കെയാണ് എന്ന് കർത്താവിന് നന്നായി അറിയാം. അവരെ മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം എന്നില്ല. ഇസ്രയേലിൽ 7000 പേരെ ദൈവം സൂക്ഷിച്ചിരുന്നത് ഏലിയാവ് പോലും അറിഞ്ഞിരുന്നില്ലല്ലോ. വളരെ രസമുള്ള ഒരു ചിന്തയാണ് അത്. ഉടുപ്പ് മലിനമാകാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവരാണ് അവർ. യഥാർത്ഥ ഭക്തി എന്താണെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഈ ബന്ധത്തിൽ ചിന്തിക്കാവുന്നതാണ്. യാക്കോബ് 1-ാം അധ്യായം 27-ാം വാക്യം, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നവനാണ് ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയുള്ളവർ. ലോകപ്രകാരമുള്ള ഭക്തിയല്ല ഇത്, ദൈവപ്രകാരമായ ഭക്തിയാണ്. ഇവരെ യോഗ്യന്മാർ എന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ യോഗ്യത കർത്താവിൻ്റെ യോഗ്യതയാണ്, അവരുടെ യോഗ്യതയല്ല. മനുഷ്യർ യോഗ്യന്മാർ എന്ന് പേര് കൊടുത്തവർ അല്ല ഇക്കൂട്ടർ.
മനുഷ്യരുടെ കണ്ണിൻ മുൻപിൽ ഇവർക്ക് യോഗ്യതകളൊന്നും ഉണ്ടാകയില്ല. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് ആരെക്കുറിച്ചൊക്കെ പറയുവാൻ കഴിയുമോ അവർ ഇക്കൂട്ടത്തിൽ പെട്ടവർ ആയിരിക്കും. ലോകത്തിൽ അവർ ജീവിക്കുന്നു എങ്കിലും അവരിലേക്ക് ലോകം കയറിപ്പറ്റാതെ ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കുന്നവരാണ് ഇവർ. ഒരുപക്ഷെ ലോകം അവരെ അറിയുകയില്ല. നമ്മുടെ കർത്താവിനെ ലോകം അറിഞ്ഞില്ലല്ലോ. ഈ ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവിനേക്കാൾ കൂടുതൽ വിശുദ്ധിയുള്ളവർ, ഉടുപ്പ് മലിനപ്പെടാത്തവർ മാനവചരിത്രത്തിൽ വേറെ ആരും ഉണ്ടായിട്ടില്ല. ബാഹ്യമായി കാണപ്പെടുന്ന എല്ലാ അശുദ്ധിക്കും അനീതിക്കും ഇടയിൽ അവയുടെ സ്പർശനമേൽക്കാതെ ദൈവിക വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ഭക്തന്മാർ. അങ്ങനെയുള്ളവർ എവിടെയായിരുന്നാലും അവരെ നമ്മുടെ കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കും. അവസാനം അവർക്ക് യോഗ്യമായ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ളവരുടെ ഒരു സമൂഹത്തെ തന്നെ നമുക്ക് കാണാം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം ഇതുപോലെയുള്ള യോഗ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഉടുപ്പ് മലിനമാകാത്ത കുറേ യോഗ്യന്മാർ കർത്താവിൻ്റെ കണ്ണിൻ മുമ്പിൽ ഉണ്ട്. നാം ആ കൂട്ടത്തിലുള്ളവരാണോ എന്ന് സ്വയമായി ഒരു ആത്മപരിശോധന ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ് അവർക്ക് കൊടുക്കുവാൻ പോകുന്ന യോഗ്യതകളെക്കുറിച്ചും പറയുന്നുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. കർത്താവിനോട് കൂടെ നടക്കുക, വെള്ള ധരിച്ചും കൊണ്ട് നടക്കുക, എന്തൊരു ഭാഗ്യമാണത്! എന്തൊരു മാന്യതയാണ്! കർത്താവ് നടക്കുന്നിടത്തെല്ലാം അവനോടുകൂടെ നടക്കുവാൻ സാധിക്കുന്നത് എന്തൊരു വലിയ അവകാശമാണ്! വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മനുഷ്യരുടെ ഇടയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട 1,40,000 പേരെക്കുറിച്ച് പറയുന്നുണ്ട്. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ യോഗ്യതകളിൽ ഒന്ന്. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിച്ച് യോഗ്യന്മാരായി ഈ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ അനന്തര ഫലമാണ് എന്നും കർത്താവിനോട് കൂടെ നടക്കുവാനുള്ള യോഗ്യത. അവർ വെള്ള ധരിക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും എന്നുകൂടെ കർത്താവ് പറഞ്ഞു. ഈ വെള്ളയുടുപ്പ് എന്തായിരിക്കും? പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുന്ന ഒരു വാക്യം ഇതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ആ വാക്യം ഞാൻ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിനെയാണല്ലോ ഇത് സൂചിപ്പിക്കുന്നത്. അതെന്തായിരിക്കുമെന്ന് വിവരിക്കുവാൻ സാധ്യമല്ല. കുഞ്ഞാണ്ട് രക്തത്തിൽ അങ്കികൾ വെളുപ്പിച്ച ഒരു കൂട്ടരെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവർ വെള്ളയങ്കി ധരിച്ചിരിക്കുന്നു. ദൈവസിംഹാസനത്തിന് മുൻപിൽ രാപ്പകൽ ആരാധിക്കുന്നു. കുഞ്ഞാട് അവരെ നടത്തുന്നു. ജീവിതത്തിൽ മഹാകഷ്ടം അനുഭവിച്ചവരാണ് അവർ. ആ കഷ്ടങ്ങൾക്ക് അവരുടെ ഉടുപ്പുകളെ മലിനപ്പെടുത്തുവാൻ സാധിച്ചില്ല. അവർ ജയാളികളാണ്. അവർക്കുള്ള അവകാശമാണ് തേജസ് ധരിക്കുക എന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കുന്നവർ ക്രിസ്തുവിൻ്റെ തേജസ്സിൽ നിത്യം പ്രകാശിക്കുവാൻ അനുവാദമുള്ളവരായിരിക്കും. അവർ എന്നും ക്രിസ്തുവിനോടുകൂടെ നടക്കും. ക്രിസ്തു അവർക്ക് വെളിച്ചമായിരിക്കും. ആ ചിന്തകൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് തന്നിട്ടുള്ള നിലയിൽ നീതിയിൻ വസ്ത്രം മലിനമാകാതെ സൂക്ഷിക്കുവാൻ കടപ്പാട് നൽകുന്നുണ്ട്. സർദീസ് സഭയിലെ ആ യോഗ്യന്മാരായ കുറേ പേരുടെ കൂട്ടത്തിൽ നാമും കാണപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒന്ന് ഇരുന്ന് ആത്മപരിശോധന നടത്തുവാൻ ഈ ചിന്ത നമ്മുടെ ഹൃദയത്തെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെക്കുറിച്ച് പറയുന്ന അടുത്ത കാര്യം നോക്കുക. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചും പേർ മായ്ച്ചു കളയുന്നതിനെക്കുറിച്ചും പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ധാരണകളെ ദൈവവചനത്തോട് യോജിപ്പിക്കുന്നതിനേക്കാൾ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളെ നമ്മുടെ ധാരണയിൽ കൊണ്ടുവരുന്നതിനാണ് നാം മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ തെറ്റുകൾ വരാതെയിരിക്കും. ഇവിടെ ജീവപുസ്തകം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പഴയ നിയമത്തിൽ ഈ പ്രയോഗം പല പ്രാവശ്യം കാണുന്നുണ്ട്. സങ്കീർത്തനം 69:28 ദുഷ്ടന്മാരെക്കുറിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. ദുഷ്ടന്മാരുടെ മരണത്തെക്കുറിച്ചാണല്ലോ അത്. യെശയ്യാവ് 4:4 യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും എന്ന് പറയുന്നുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്നവർ എന്ന ആശയത്തിൽ ആണല്ലോ ആ വാചകം. രാജ്യത്തുള്ള പൗരന്മാരുടെ പേരുകൾ എഴുതി സൂക്ഷിക്കുകയും
അവർ മരിക്കുമ്പോൾ അത് മായ്ച്ചു കളയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം പഴയ കാലങ്ങളിൽ നിലവിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. പുതിയ നിയമത്തിൽ ഈ പ്രയോഗം വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫിലിപ്പിയർ 4:3, വെളിപ്പാട് 13:8, 17:8, 20:12, 15, 21 അധ്യായം 27 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഈ ഭാഗങ്ങളിൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം യോജിപ്പിച്ചാൽ അതിൻ്റെ സാരം ഇതായിരിക്കും. ജീവപുസ്തകം എന്നതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതകാലത്തെയും മനുഷ്യവർഗത്തിൻ്റെ മൊത്തം ജീവിതകാലയളവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. മരണത്തെ ആണല്ലോ മായ്ച്ചു കളയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അന്ത്യന്യായവിധിയിൽ ആണല്ലോ രണ്ടാം മരണം സംഭവിക്കുന്നത്, അതായത് നിത്യമായ തീപ്പൊയ്ക. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ എന്നേക്കും ജീവിക്കും. അതായത് തങ്ങളുടെ ജീവിതകാലത്ത് കുഞ്ഞാടിൻ്റെ ജീവനോട് ബന്ധപ്പെടുന്നവർ നിത്യജീവൻ്റെ അവകാശികളായിരിക്കും. അവർ മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ വീണ്ടും വരവിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ചു നോക്കുക. ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ പിതാവിൻ്റെ മുൻപിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ നമ്മുടെ കർത്താവ് ഏറ്റുപറയുന്ന ആ രംഗം എത്ര ആശ്ചര്യകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും അവൻ്റെ ജീവനോട് ബന്ധപ്പെട്ട് നിത്യജീവൻ്റെ അവകാശികളായി തീർന്നവരുമായവരെ ഏറ്റുപറയുകയും അവനായി ജീവിക്കുകയും ചെയ്താൽ ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ച് അവൻ എൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്നും അവൻ എൻ്റെ സാക്ഷിയായി ജീവിച്ച വിശ്വസ്തദാസനാണെന്നും നമ്മുടെ കർത്താവ് ഏറ്റുപറയുമ്പോൾ സ്വർഗം ഹല്ലേലൂയ ഘോഷത്തിൽ മുഖരിതമായിത്തീരും. ആ പ്രത്യാശയുള്ളവരായി നമുക്ക് ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കാം. ഉണരാം. മരിച്ചവരുടെ നിന്നും ജീവനുള്ളവരായിരിക്കാം. അശുദ്ധരുടെ മധ്യത്തിൽ ശുദ്ധിയുള്ളവരാകാം. ഉടുപ്പ് മലിനമാകാതെ സൂക്ഷിക്കാം. യോഗ്യന്മാരായി അവനോടുകൂടെ നടക്കാം. നമ്മുടെ കർത്താവ് നമ്മെ ഏവരെയും അതിന് സഹായിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ള ഒരു സന്ദേശം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 7 സഭകൾക്കുള്ള ദൂതുകളിൽ 2 സഭകളെക്കുറിച്ച് കുറ്റങ്ങളൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. സ്മുർന സഭയും ഫിലദൽഫിയ സഭയും ആണ് അവ. ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് നോക്കുക. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 1-ാം അധ്യായത്തിൽ മനുഷ്യപുത്രനെ വിവരിക്കുന്നതിൽ ഈ വിശേഷണം കാണുന്നില്ല. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് യോഹന്നാനോട് പറയുന്നുണ്ട്. 1-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ ഇവിടെ ദാവീദിൻ്റെ താക്കോലുള്ളവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. വിശുദ്ധൻ എന്നത് പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു നാമമാണ്. വിശുദ്ധനായ ദൈവം എന്ന് പറയുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയാണല്ലോ അത് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയോട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള അനവധി കാര്യങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കർത്താവ് വിശുദ്ധൻ ആണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള സകല കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൽ പൂർണ്ണമായി വെളിപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. യേശുക്രിസ്തു ദൈവമാണെന്ന് ഈ പ്രയോഗം വ്യക്തമാക്കുന്നുണ്ടല്ലോ. സത്യവാൻ എന്ന പ്രയോഗവും അതുപോലെ സത്യമാണ്. ദൈവം സത്യവാനാണെന്ന് പറഞ്ഞാൽ അസത്യം പറയാത്തവനെന്നോ സത്യം പറയുന്നവനെന്നോ മാത്രമല്ല അർത്ഥം. സത്യമായിരിക്കുന്നവൻ അഥവാ സാക്ഷാൽ സത്യമായിരിക്കുന്നവൻ എന്നാണ് ആശയം. യാഥാർത്ഥ്യം എന്തായിരിക്കുന്നുവോ അതാണ് സത്യം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് സാക്ഷാൽ അപ്പം എന്നും സാക്ഷാൽ മുന്തിരിവള്ളിയും എന്നുമൊക്കെ പറഞ്ഞിട്ടുള്ളതിലെ സാക്ഷാൽ എന്ന വാക്കിനുള്ള ആശയമാണ് ഇവിടെ കാണുന്നത്. സത്യവാൻ എന്ന് വെച്ചാൽ സാക്ഷാൽ സത്യമായിരിക്കുന്നവൻ എന്ന് സാരം. ഞാൻ സത്യം എന്ന് യേശുക്രിസ്തു അവകാശപ്പെട്ടത് ഓർക്കുമല്ലോ. എന്നെ അയച്ചവൻ സത്യവാനാകുന്നു എന്ന് നമ്മുടെ കർത്താവ് ഒരിക്കൽ യഹൂദന്മാരോട് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നോക്കുക.
പിതാവായ ദൈവത്തെക്കുറിച്ച് പുത്രൻ പറഞ്ഞതായ അതേ വാക്ക് തന്നെയാണ് ഫിലദൽഫിയ സഭയോട് അരുളി ചെയ്യുന്നവൻ തന്നെത്താൻ വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് സാരാംശത്തിൽ ദൈവം തന്നെയാണ് എന്ന് സംശയിക്കേണ്ട ആവശ്യം ഇല്ല. മൂന്നാമത് പറയുന്ന വിശേഷണം ദാവീദിൻ്റെ താക്കോലുള്ളവൻ എന്നാണ്. യെശയ്യാപ്രവചനം 22-ാം അധ്യായത്തിലെ ഒരു വിവരണം ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. യെശയ്യാപ്രവചനം 22-ന്റെ 11 മുതൽ 25 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കുക. അതിൽ 22-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. ഇവിടെ താക്കോൽ എന്ന പ്രയോഗം അധികാരത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് അധികാരം നടത്തുന്നതിനെക്കുറിച്ചാണ് യെശയ്യാവ് മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്നത്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഗബ്രിയേൽ മറിയയോട് പറയുന്നത് ശ്രദ്ധിക്കാവുന്നതാണ്. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ലൂക്കോസ് 1-ാം അധ്യായം 32-ാം വാക്യം. യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചും അവൻ്റെ അധികാരത്തെക്കുറിച്ചുമുള്ള സൂചനയാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്നും ലഭിക്കുന്നത്. ഫിലദൽഫിയ സഭയോട് അരുളി ചെയ്യുന്നവൻ രാജകീയ അധികാരമുള്ള കർത്താവാണ് എന്ന് സാരം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ കർത്താവ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവരുടെ പ്രവൃത്തി എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ അവരുടെ മുൻപിൽ ഒരു വാതിൽ തുറന്നു കൊടുത്തു. സുവിശേഷ ഘോഷണത്തോട് ബന്ധപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ തനിക്ക് ലഭിച്ച സന്ദർഭങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ വാതിൽ തുറന്നു കിട്ടി എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 16-9 വാക്യവും 2 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാം വാക്യവും നോക്കുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയെന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി തുറന്നു കിട്ടിയ വാതിൽ എന്ന് പറയുന്നത് കൊണ്ട് ഫിലദൽഫിയ സഭയുടെ പ്രവൃത്തികൾ കർത്താവിൻ്റെ പ്രവൃത്തികളായിരുന്നു എന്നും ആ പ്രവൃത്തികൾക്കായി കൂടുതൽ സാധ്യതകൾ കർത്താവ് ഉണ്ടാക്കി കൊടുത്തു എന്നും ന്യായമായി ചിന്തിക്കാവുന്നതാണല്ലോ. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തി വിശ്വസ്തയുള്ളതായി കണ്ടാൽ കൂടുതൽ പ്രവർത്തിക്കുന്നതിനുള്ള വാതിലുകൾ കർത്താവ് തുറന്ന് തരും എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രവുമല്ല, കർത്താവ് തൻ്റെ പ്രവൃത്തികൾക്കായി വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് അടച്ചാൽ അത് തുറന്നു തരുവാനും ആർക്കും കഴിയുകയില്ല. പലപ്പോഴും വാതിലുകൾ തള്ളിത്തുറക്കാൻ നാം ബന്ധപ്പെടാറുണ്ട്. അടഞ്ഞ വാതിലുകൾ തുറന്നു കിട്ടാനുള്ള നമ്മുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. തുറന്ന വാതിലുകൾ മനസ്സിലാക്കി ധൈര്യത്തോടുകൂടെ പ്രവർത്തിക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിനുള്ള വാതിലുകൾ തുറന്നു തരുന്ന കാര്യത്തിൽ കർത്താവ് വിശ്വസ്തൻ തന്നെ ആയിരിക്കും. കർത്താവിൻ്റെ അധികാരത്തിന് വിധേയപ്പെട്ട് നമ്മുടെ പ്രവൃത്തികൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ നാം മനസ്സ് വയ്ക്കുന്നുവെങ്കിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ വയലുകളില്ലാതെ പോകുകയില്ല. കർത്താവ് തുറന്നു തരാത്ത വാതിലുകൾ നാം തേടിപ്പോകുന്നുവെങ്കിൽ അത് അടച്ചു കളയുവാനും കർത്താവിന് അധികാരം ഉണ്ട്. തുടർന്ന് കർത്താവ് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്നാണ്. അവരുടെ അല്പമായ ശക്തി ദൈവവചനം കാത്തു സൂക്ഷിക്കുവാൻ അവർ ഉപയോഗപ്പെടുത്തി. സഹിഷ്ണുതയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം കാത്തു, വെളിപ്പാട് പുസ്തകം 3-ന്റെ 10-ാം വാക്യം എന്ന് പറയുന്നത് കൊണ്ട് അവർ പലതും സഹിച്ചു എന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ജീവിതത്തിൽ എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും ദൈവവചനം കാത്തുകൊണ്ടാൽ കർത്താവ് അതിനെ ശ്ലാഘിക്കാതിരിക്കുകയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവവചനത്തിന് അനുസരിച്ചായിരിക്കണം നാം എന്തും സഹിക്കേണ്ടത്. എന്തെങ്കിലുമൊക്കെ സഹിച്ചു എന്ന് പറയുന്നതിൽ പ്രത്യേകതയൊന്നുമില്ല. കർത്താവിൻ്റെ ഇഷ്ടത്തിൽ സഹിക്കുന്ന എന്തിനും കർത്താവ് പ്രതിഫലം നൽകാതിരിക്കുകയുമില്ല എന്ന വിലയേറിയ സത്യം നമുക്ക് ഇതിൽ നിന്നും പഠിക്കാവുന്നതാണല്ലോ. എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല എന്ന് പറയുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിൻ്റെ നാമം നിഷേധിക്കുവാൻ അഥവാ അവനെ തള്ളിപ്പറയുവാൻ ധാരാളം സാധ്യതകൾ ഉണ്ടായിട്ടും കർത്താവിൻ്റെ വചനവും അവനിലുള്ള വിശ്വാസവും മൂലം ധൈര്യമായി നിലനിൽക്കുവാൻ
ഫിലദൽഫിയ സഭയ്ക്ക് സാധിച്ചു. എന്നാൽ കർത്താവ് എടുത്തു പറയുകയാണ്, നിസ്സാരമായ കാര്യങ്ങൾ പോലും കർത്താവിനെ തള്ളിപ്പറയുവാൻ കാരണം ആകാറില്ല. യൂദയ്ക്ക് 30 വെള്ളിക്കാശ് മതിയായിരുന്നു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാൻ. ഒരു യുവതിയുടെ വാക്കിൽ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നാമും പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നവരല്ലേ? അവൻ്റെ നാമം നിമിത്തം സഹിക്കേണ്ടി വരുന്ന ഏത് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ദൈവവചനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നേരിടുവാനും അതിജീവിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും അവൻ്റെ നാമം നിഷേധിക്കുവാൻ നമുക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ നാം നിലനിൽക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് തുടർന്ന് യേശുക്രിസ്തു പറയുന്നത്. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് അറിയുവാനും സംഗതി വരുത്തും. 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. സ്മുർനാസഭയ്ക്ക് ഈ സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം സഹിക്കേണ്ടി വന്നു. പെർഗമോസ് ആയിരുന്നത് തന്നെ സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്തായിരുന്നു. തൊയ്ഥൈര സഭയിൽ അനേകരും സാത്താൻ്റെ ആഴങ്ങളുടെ പിന്നാലെ പോയി. ഫിലദൽഫിയ സഭയെക്കുറിച്ച് പറയുമ്പോൾ സാത്താൻ്റെ പള്ളിക്കാരായവർ വന്ന് അവരെ നമസ്കരിക്കുമെന്ന് കർത്താവ് അവരെ സ്നേഹിച്ചു എന്നും സാത്താൻ്റെ പള്ളിക്കാരായവർ അറിയുവാൻ സംഗതിയാകും എന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് രണ്ടും സംഭവിക്കുമെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. സാത്താൻ്റെ പള്ളിക്കാരായവർ നമ്മുടെ കർത്താവിൻ്റെ ആളുകളുടെ മുൻപിൽ വന്ന് നമസ്കരിക്കുക, കർത്താവ് അവരെ സ്നേഹിച്ചുവെന്ന് സാത്താൻ്റെ ആളുകൾ അറിയുക. എന്തൊരു അത്ഭുതമാണത്! എപ്പോഴാണിത് സംഭവിക്കുന്നതെന്നോ എങ്ങനെയാണത് നടക്കുന്നതെന്നോ എവിടെ വെച്ചാണെന്നോ ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യം അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവിൻ്റെ ജനത്തിന് വിജയം തീർച്ചയാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം കർത്താവ് നമ്മെ സ്നേഹിച്ചുവെന്ന് നമ്മെ ദുഷിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും പീഡിപ്പിക്കുന്നവരും ഒരു ദിവസം അറിയുവാൻ കർത്താവ് സംഗതി വരുത്തും. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നുള്ള ജീവിതം പ്രാതികൂല്യങ്ങളുടെ മധ്യത്തിൽ സാത്താൻ്റെ പള്ളിക്കാരായവരുടെ മുൻപിൽ ലജ്ജിക്കാതെ ധൈര്യമായി മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന അത്ഭുത കാര്യങ്ങൾക്കായി കാത്തിരിക്കാനും കഴിയും. ദൂഷണങ്ങളെ സന്തോഷത്തോടെ സഹിക്കുവാൻ ഇതിൽ കൂടുതൽ ധൈര്യം തരുന്ന വാഗ്ദത്തം എന്താണുള്ളത്? നമ്മുടെ കർത്താവ് നമ്മിൽ അതിശയ വിഷയമാകാൻ പോകുന്ന ആ ദിവ്യ ദിവസത്തിനായി കാത്തിരിക്കാം. സർവശക്തനായ കർത്താവ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ അടുത്ത സന്ദേശം നമുക്ക് ശ്രദ്ധിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഇതായിരുന്നു കർത്താവിൻ്റെ മുന്നറിവും വാഗ്ദത്തവും ആഹ്വാനവും ഈ വാക്യത്തിൽ കാണാം. ഭൂതലത്തിൽ എന്നും ഒരു പരീക്ഷാകാലം വരുന്നു എന്നും അത് ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കുവാനാണെന്നും ഉള്ള മുന്നറിവ് ആണ് ആദ്യം കർത്താവ് നമുക്ക് നൽകുന്നത്. ആ കാലത്ത് ഞാനും നിന്നെ കാക്കും, ഞാൻ വേഗം വരുന്നു എന്നാണ് വാഗ്ദത്തം. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന ആഹ്വാനമാണ് നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വം. ഭൂവാസികളെ പരീക്ഷിക്കുവാനുള്ള പരീക്ഷാകാലം എന്നാണെന്നും എത്ര നാളാണെന്നും അത് എങ്ങനെയായിരിക്കുമെന്നും ഒന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല. പരീക്ഷാകാലം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ അഭിപ്രായഗതികൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യുവാൻ ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. യഹോവ ഇസ്രായേൽ മക്കളെ 40 വർഷം പരീക്ഷിച്ചതായി ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതു കാലത്തും ദൈവം ഓരോരുത്തരെയും സമൂഹത്തെയും അങ്ങനെ മാനവരാശിയെ മുഴുവനും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിനാണ് അവൻ മനുഷ്യജാതിയെ ഉളവാക്കി ഭൂതലത്തിലെങ്ങും കുടിയിരുത്തിയിരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിച്ചു നോക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നവർ ഉണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നതായി സങ്കീർത്തനകാരൻ പാടുന്നുണ്ട്. 14-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം. ദൈവം മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം ഈ ഭാഗങ്ങളിൽ നിന്നുമെല്ലാം വ്യക്തമാകുന്നുണ്ടല്ലോ. അതിനായി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം.
ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം മനുഷ്യന് ദൈവം അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ ക്രോധ കലശങ്ങൾ ഒഴിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യനെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരനുഭവമാണ് അവിടെ നാം കാണുന്നത്. ആ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു പ്രയോഗം ശ്രദ്ധിക്കാവുന്നതാണ്. അത്യധികമായ കഷ്ടങ്ങളിൽ ആയിപ്പോയ മനുഷ്യർ ദൈവത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 16-9, 11 എന്നീ വാക്യങ്ങൾ നോക്കുക. ഇവിടെ മനുഷ്യർ മാനസാന്തരപ്പെടുമോ എന്ന അത്യുഗ്രമായ ഒരു പരീക്ഷയല്ലേ നാം കാണുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം സത്യവാനാണെന്നും നീതിയുള്ളവനാണെന്നും അതിനനുസരിച്ചുള്ള ന്യായവിധികൾ ഉണ്ടാകുമെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു അന്ത്യപരീക്ഷണം അല്ലേ 16-ാം അധ്യായത്തിൽ വിവരിക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സഹിഷ്ണുതയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം കാത്തുകൊണ്ട് ഒരു കൂട്ടത്തോട് കർത്താവ് പറയുന്നത്, ഞാനും നിന്നെ കാക്കും എന്നാണ്. കാക്കുവാൻ കഴിയുള്ളവനാണ് പരീക്ഷിക്കുന്നത്. കാക്കാം എന്ന് വാഗ്ദത്തം ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? കാക്കുവാൻ തനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? നമുക്ക് ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കാം. പരീക്ഷാകാലത്തെക്കുറിച്ച് ഭയപ്പെടുവാനില്ല എന്നാണല്ലോ വാഗ്ദത്തം തരുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വാഗ്ദത്തത്തോടൊപ്പം ഞാൻ വേഗം വരുന്നു എന്നും കൂടെ കർത്താവ് പറയുന്നുണ്ട്. പരീക്ഷാകാലം വരുന്നു, ഞാൻ നിന്നെ കാക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഞാൻ വേഗം വരുന്നു എന്ന ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് തരുന്നതാണ് ആ വാക്കുകളിൽ ഉൾക്കൊള്ളുന്നത്. ഞാൻ വരുന്നു എന്നല്ല, വേഗം വരുന്നു എന്നാണ്. വേഗമെന്നതിലെ ആവേശം എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. കർത്താവ് വേഗം വരേണ്ടത് നമ്മുടെ ആഗ്രഹമായിരിക്കാം, പക്ഷേ അത് കർത്താവിൻ്റെ ആവശ്യവുമാണ് എന്ന് ചിന്തിച്ചു നോക്കുക. തുടർന്ന് തരുന്നത് നമുക്കുള്ള ഉത്തരവാദിത്വത്തെയാണ്. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. കിരീടമെന്നത് നമുക്ക് കർത്താവിലുള്ള പ്രശംസയാണല്ലോ കാണിക്കുന്നത്. അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവവചനം കാത്തുകൊള്ളുന്നത് പോലെ തന്നെ സുവിശേഷത്താൽ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നതും നമ്മുടെ കിരീടമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറയുന്നതിൽ എന്താണ് അവർക്ക് പിടിക്കുവാനുള്ളത്? കർത്താവ് പറയുന്നത് നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്നാണല്ലോ. നമുക്ക് ആകെ കൂടെ ഉള്ളത് അല്പം ശക്തിയാണ്. അത് മുറുകെ പിടിച്ചുകൊള്ളുക എന്നാണ് കർത്താവിൻ്റെ ആഹ്വാനം. അല്പമായ വിശ്വാസം, സ്നേഹം എന്നിങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് പിടിച്ചുകൊള്ളുവാനുണ്ട്. അവൻ വരുന്നതുവരെ അവ പിടിച്ചുകൊണ്ട് പരീക്ഷാകാലത്തിലൂടെ അവൻ്റെ സൂക്ഷിപ്പിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്കുള്ള പ്രയാണം നമുക്ക് തുടരുവാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക, ഇത്ര ഭാഗ്യകരമായിരിക്കുന്ന ഒരു യാത്ര വേറെ ആർക്കാണ് ലഭിക്കുന്നത്? 12 മുതലുള്ള വാക്യങ്ങളിൽ ജയിക്കുന്നവന് കർത്താവ് കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പ്രധാനമായി കാണുന്നത്. 1, ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണ്. 2, അതിന്മേൽ എഴുതുന്ന പേര്. ദൈവത്തിൻ്റെ നിവാസമാണല്ലോ ദേവാലയം. ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് പണിയപ്പെടുന്നതാണ് സഭ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. യാക്കോബും കേഫാവും തൂണുകളായി എണ്ണപ്പെട്ടിരുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ കാണുന്നു. ഗലാത്യർ 2:9. തൂണുകൾ ആയിരിക്കുന്നതും അതിൽ പേരുകൾ എഴുതുന്നതുമെല്ലാം വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ദേവാലയത്തിൽ തൂണുകളായി കാണപ്പെടുന്നത് എത്രയോ ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. ദൈവമക്കളെല്ലാവരും ചേർന്നതാണ് ദേവാലയം. അതിൽ ദൈവം വസിക്കുന്നു. പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരം എന്ന് പറയുന്നതും അതുതന്നെയാണ് എന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഒരിക്കലും അവിടെ നിന്നും പോകയില്ല എന്ന് പറയുന്നത് കൊണ്ട് നിത്യഭദ്രതയാണല്ലോ സൂചിപ്പിക്കുന്നത്. എഴുതപ്പെടുന്ന പേരുകൾ ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. ആ തൂണുകളിൽ കാണപ്പെടുന്ന പേരുകൾ ആരുടെയോ അവരുടെ വകയാണ് അവ. 3 നാമങ്ങൾ ഇതിലെഴുതും എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ നാമം, ദൈവ നഗരത്തിൻ്റെ നാമം, എൻ്റെ പുതിയ നാമം അഥവാ യേശുക്രിസ്തുവിൻ്റെ നാമം.
വേറെ ആർക്കും അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. പരീക്ഷയിൽ ജയിക്കുന്നവർക്കാണ് ഈ പദവി. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷാകാലം കഴിഞ്ഞു, ഇനി പരീക്ഷാകാലം അല്ല, അതിൽ ജയിച്ചതിൻ്റെ പ്രതിഫലത്തിനുള്ള കാലമാണ്. അത് നിത്യമായ കാര്യങ്ങളാണ്. ദൈവാലയത്തിൽ തൂണായി ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഉടമസ്ഥാവകാശത്തിലായിരിക്കുന്ന ആ പദവിയെക്കുറിച്ചുള്ള പ്രത്യാശ ഈ ലോകത്തിലെ പരീക്ഷകളിലും പരിശോധനകളിലും നമുക്ക് സഹിഷ്ണുതയുണ്ടാകുവാനും ജയിക്കുവാനും ഇടയാകേണ്ടതാണ്. ദൈവവചനം കാത്തുകൊണ്ട് നമുക്കുള്ള അത്യല്പത്തിൽ വിശ്വസ്തരായി നമ്മുടെ മുൻപിൽ തുറന്നു കിട്ടിയിട്ടുള്ള വാതിൽ ഉപയോഗപ്പെടുത്തി ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് സൂക്ഷിക്കപ്പെടുന്നവരായി നമ്മുടെ കിരീടങ്ങൾ ആരും എടുത്തു കളയാതെ നമ്മുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും മുറുകെ പിടിച്ചുകൊണ്ട് ഈ പരദേശവാസം കഴിക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്കെല്ലാവർക്കും അത് കേൾക്കുകയും അതനുസരിക്കുകയും നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിനെ അനുഗമിക്കുകയും അവസാനമായി നിത്യതയിൽ അവനോടുകൂടി ജീവിക്കുവാൻ എത്തിച്ചേരുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ലവോദിക്ക സഭയ്ക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൊടുക്കുന്ന സന്ദേശം നമുക്ക് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലവോദിക്ക സഭയെക്കുറിച്ച് കൊലോസ്യ ലേഖനത്തിലുള്ള ഒരു പരാമർശം അല്ലാതെ കൂടുതലൊന്നും നമുക്ക് ബൈബിളിൽ നിന്നും ലഭിക്കുന്നില്ല. കൊലോസ്യയിലും ലവോദിക്കയും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. എപ്പഫ്രാസിൻ്റെ ശുശ്രൂഷകൾ ആ സഭയ്ക്ക് വളരെ പ്രയോജനപ്പെട്ടിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. ലവോദിക്ക സഭയ്ക്ക് കൊടുക്കുന്ന സന്ദേശത്തിൽ നമ്മുടെ കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. 14-ാം വാക്യം: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് കർത്താവിനെക്കുറിച്ച് ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. 1, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി. 2, ദൈവസൃഷ്ടിയുടെ ആരംഭം. 3, ആമേൻ എന്നുള്ളവൻ. അതിൽ 1-ാമത്തെ വിശേഷത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. 2-ാമത് നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് അവൻ ദൈവസൃഷ്ടിയുടെ ആരംഭം എന്നാണ്. ആരംഭം എന്ന വാക്കുകൊണ്ട് അവൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ആശയം ഉണ്ടാകുന്നില്ല. സൃഷ്ടിയുടെ ഉദ്ഭവസ്ഥാനം അഥവാ സോഴ്സ് എന്നോ മൂല കാരണമെന്നോ ആണ് ഈ വാക്കിൻ്റെ ആശയം. കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊലോസ്യർ 1:15-16 വാക്യങ്ങൾ നോക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷം എഴുതുമ്പോൾ സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. നമ്മുടെ കർത്താവ് ദൈവത്താൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഈ വാക്യങ്ങൾ ആ ഉപദേശം തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കർത്താവ് സൃഷ്ടിയല്ല, സൃഷ്ടാവാണ് എന്ന സത്യം യാതൊരു സംശയവും കൂടാതെ ഉറപ്പായി വിശ്വസിക്കാവുന്നതാണ്. സർവ്വസൃഷ്ടിയുടെയും അധികാരിയായ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് പറയുന്നത് ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു എന്നാണ്. ഇവിടെ ആമേൻ എന്ന വാക്ക് കർത്താവിൻ്റെ ഒരു പേരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സത്യവും നിശ്ചയവുമായ കാര്യങ്ങൾ അതുപോലെ അംഗീകരിക്കുക എന്ന ആശയമാണ് ആമേൻ എന്ന വാക്കിൽ സാധാരണയായി ഉൾക്കൊണ്ടിട്ടുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ വാക്ക് പല പ്രാവശ്യം കാണുന്നുണ്ട്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് നമ്മുടെ കർത്താവ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നതും അതേ ആശയത്തിൽ തന്നെയാണല്ലോ. യെശയ്യാവ് 65-ാം അധ്യായം 16-ാം വാക്യത്തിൽ സത്യദൈവം എന്ന പ്രയോഗത്തിലെ സത്യം എന്ന പദത്തിൻ്റെ ആശയമാണ് അത്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത് കുറേക്കൂടെ ആശയം ഗ്രഹിക്കുവാൻ സഹായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ.
അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വമുണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ സത്യമായിരിക്കുന്നു എന്ന് സാരം. ലവോദിക്ക സഭയ്ക്കുള്ള അരുളപ്പാട് നൽകുന്നത് ആമേൻ എന്നുള്ളവൻ ആണെന്ന് പറയുന്നത് കൊണ്ട് അതിൽ വളരെ അർത്ഥവത്താണ്. ധനത്തിൻ്റെ വഞ്ചനയാൽ നിഷ്ഫലരായിത്തീർന്ന ലവോദിക്ക സഭയുടെ യഥാർത്ഥ സ്ഥിതി തുറന്നു കാണിക്കുവാൻ, അത് സത്യമായി പറയുവാൻ ആമേൻ എന്നുള്ളവന് മാത്രമേ കഴിയുകയുള്ളൂ. അത് പറയുവാനുള്ള അധികാരവും അവന് മാത്രമാണ്. ആ അരുളപ്പാടിന് ആമേൻ പറയുവാൻ, ആത്മാർത്ഥമായി പറയുവാൻ സാധിച്ചാൽ അതിലെ വാഗ്ദത്തങ്ങൾ അവനിൽ നിന്നും ആമേൻ ആയിരിക്കും. ദൈവസൃഷ്ടിയുടെ മൂലകാരണമായ ആമേൻ എന്നുള്ളവൻ്റെ അരുളപ്പാടുകൾക്ക് പരമാർത്ഥ ഹൃദയത്തിൽ നിന്നും ആമേൻ പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഒന്നിരുന്ന് ചിന്തിച്ചു നോക്കുക. ലവോദിക്ക സഭയെക്കുറിച്ച് കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ ആഗ്രഹിക്കത്തക്കതായി ഒന്നും തന്നെ കാണുന്നില്ല. സർദീസിലെ സഭ മരിച്ചതാണ് എന്ന് പറയുന്ന കർത്താവ് ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ നിനക്കുണ്ട് എന്ന് പറയുവാൻ മറന്നില്ല. എന്നാൽ ലവോദിക്ക സഭയെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയുവാൻ സത്യവാനായ സാക്ഷിക്ക് ഇല്ലായിരുന്നു. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും ഉമിണ്ണ് കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്നും കർത്താവ് പറയുന്നുണ്ട്. കർത്താവിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയാണ് ശീതോഷ്ണവാനായി ഇരിക്കുന്നത്. ചൂടും തണുപ്പും അവയിൽ തന്നെ പ്രയോജനമുള്ളതാണ്. രണ്ടും അല്ലാത്ത അവസ്ഥ ഉമിണ്ണ് കളയുന്നതിന് അഥവാ തുപ്പിക്കളയുന്നതിന് പ്രേരിപ്പിക്കുന്നതാണ്. ശീതോഷ്ണവാൻ ആയിരിക്കുക എന്നതിന് പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. പ്രയോജനമില്ലാത്ത ഒരവസ്ഥയെ അല്ലേ അത് കാണിക്കുന്നത്? ദൈവമക്കൾ കർത്താവിന് ഏതെങ്കിലും നിലയിൽ പ്രയോജനമുള്ളവർ ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതില്ലാതെ വരുന്നത് വളരെ കഷ്ടമാണ്. കർത്താവിന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകുകയില്ല. രണ്ടിനും മധ്യയുള്ള അവസ്ഥ പലപ്പോഴും അപകടകരമാണ്. പല സഭകളും ഈ അനുഭവമുള്ളതായി തീർന്നിട്ടുണ്ട്. ആത്മീയമായി പ്രയോജനപ്പെടേണ്ടതിന് പകരം കർത്താവിനും മറ്റുള്ളവർക്കും പ്രയോജനമില്ലാത്തവരായി തീർന്നു പോയി എന്ന് വരാം. മാത്രമല്ല, പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും മാർഗതടസ്സം വരുത്തുന്നവരായും പലരും തീർന്നിട്ടില്ലേ എന്ന് തോന്നിപ്പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും പരിശോധിച്ച് നോക്കുവാൻ ആവശ്യമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നാം കർത്താവിന് പ്രയോജനപ്പെടുന്നുണ്ടോ? 17-18 വാക്യങ്ങൾ ലവോദിക്ക സഭയുടെ ശരിയായ അവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ കർത്താവ് കാണുന്നത് നിർഭാഗ്യവനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായിട്ടാണ്. അവരുടെ ശരിയായ അവസ്ഥ എന്താണെന്ന് അവർ അറിയുന്നില്ല. ഈ അറിവില്ലായ്മ എത്രയും അപകടം പിടിച്ച കാര്യമാണ്. നിർഭാഗ്യവാനായിരിക്കെ ഭാഗ്യവാനാണെന്നും, അരിഷ്ടനായിരിക്കെ യോഗ്യനാണെന്നും, ദരിദ്രനായിരിക്കെ ധനവാനാണെന്നും, കുരുടനായിരിക്കെ കാണുന്നവർ എന്നും, നഗ്നനായിരിക്കെ ഉടുപ്പ് ധരിച്ചവനെന്നും തന്നെത്താൻ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നത് എത്ര കഷ്ടതരമാണെന്ന് ഓർത്തു നോക്കുക. കർത്താവ് നമ്മെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും തെറ്റായിരിക്കുകയില്ല. നാം നമ്മെക്കുറിച്ച് പറയുന്നത് തെറ്റായിരിക്കാം. നമ്മുടെ ശരിയായ അവസ്ഥ നാം അറിയാതെ ഇരിക്കുന്നത് തികച്ചും പാപമായിട്ടാണ് കർത്താവ് കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്നത്തെ പരീശന്മാരോട് കർത്താവ് പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങളും കുരുടരോ എന്ന ചോദ്യത്തിന് യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങൾ. കുരുടരായിരിക്കുമ്പോൾ തന്നെ കാണുന്നു എന്ന് പറയുന്നത് പാപമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ അവസ്ഥ എന്താണെന്ന് നാം അറിഞ്ഞിരിക്കണം. അത് അറിയുവാനുള്ള മാനദണ്ഡം കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്.
കർത്താവിൻ്റെ വചനം മൂലം അത് അറിയുവാൻ നമുക്ക് സാധിക്കും. അറിയുക മാത്രമല്ല, ആ അവസ്ഥയിൽ നിന്നും യഥാസ്ഥാനപ്പെടുകയും വേണം. ലവോദിക്ക സഭയോടുള്ള കർത്താവിൻ്റെ ബുദ്ധിയുപദേശം കേൾക്കുക. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. 18-ാം വാക്യം. കർത്താവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതും വിലയ്ക്ക് വാങ്ങേണ്ടതുമായ 3 കാര്യങ്ങൾ ഈ വാക്യത്തിൽ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. 1 ഊതിക്കഴിച്ച പൊന്ന്, 2 വെള്ളയുടുപ്പ്, 3 കണ്ണിൽ എഴുതുവാൻ ലേപം. എന്നോട് വിലയ്ക്ക് വാങ്ങുക എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. ഞാൻ ധനവാൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നവരോടാണ് കർത്താവ് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ഭൗതികമായ യാതൊന്നും കൊണ്ട് ആത്മീയമായ കാര്യങ്ങൾ വാങ്ങുവാൻ സാധ്യമല്ല. ആത്മീയ സമ്പത്ത് കർത്താവിൽ നിന്നും വാങ്ങുന്ന ഊതിക്കഴിച്ച പൊന്നായിരിക്കണം. അതായത് വിശ്വാസം. വെള്ളയുടുപ്പ് ജീവിത ശുദ്ധിയെ കുറിക്കുന്നുണ്ടല്ലോ. കണ്ണിലെഴുതുവാനുള്ള ലേപം മൂലം ആത്മീയ കാഴ്ചപ്പാട് തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ഇവയെല്ലാം ലഭിക്കുവാൻ തന്നെത്താൻ ഉണ്ടെന്ന് അനുമാനിക്കുന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതാണ് കൊടുക്കേണ്ടതായ വില. ഞാൻ എന്ന ഭാവം കർത്താവിൻ്റെ കാൽക്കൽ അർപ്പിച്ച് തന്നെത്താൻ താഴ്ത്തുമെങ്കിൽ കർത്താവിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വിലയുള്ളതായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കുണ്ടെന്ന് നാം വിചാരിക്കുന്ന അതേ സമയം നമുക്കില്ലാത്ത എത്രയോ കാര്യങ്ങളിൽ നാം പ്രശംസിക്കുന്നു. ആ പ്രശംസ അവസാനിപ്പിക്കുക. യഥാർത്ഥ സമ്പത്ത് കർത്താവിൽ നിന്നും പ്രാപിക്കുക. നീതിയിൻ വസ്ത്രം ധരിച്ച് വിശുദ്ധി പ്രാപിക്കുക. കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങൾ കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കുക. ഇവയെല്ലാം ഉണ്ടാകുവാൻ വേണ്ടി ത്യജിക്കേണ്ട കാര്യങ്ങൾ ത്യജിക്കുവാൻ നാം തയ്യാറാകുമോ? ഏത് കാര്യങ്ങൾക്കാണ് നാം കൂടുതൽ വില കൽപ്പിക്കുന്നത്? യഥാർത്ഥത്തിൽ നാം ആത്മീയമായ കാര്യങ്ങളിൽ സമ്പന്നരാണോ? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവസന്നിധിയിൽ ഒരു ആത്മപരിശോധന ചെയ്യുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ശക്തിയിലും അവൻ്റെ വചനത്തിൽ കൂടെയുള്ളതായിരിക്കുന്ന സൂക്ഷിപ്പിലും നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ നാം തയ്യാറാകുമോ? കർത്താവായ ക്രിസ്തുയേശു നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഇതാണ് കർത്താവ് ബുദ്ധിയുപദേശം തുടരുന്നത്. സ്നേഹത്തിൻ്റെ വാക്കുകളിലാണ് എൻ്റെ വായിൽ നിന്നും ഉമിണ്ണുകളയും എന്ന് പറഞ്ഞ കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. സ്നേഹവാനായ കർത്താവിൻ്റെ ശാസനകളും ശിക്ഷകളും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ വരുത്തുന്നതിന് മുൻപ് അവരെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ ശാസനയും ശിക്ഷയും ദൈവമക്കൾക്കാണ്. പാപികൾക്കുള്ള ശിക്ഷയെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. എനിക്ക് പ്രിയമുള്ളവരെ എന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് നാം കർത്താവിനാൽ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ലവോദിക്ക സഭയോട് കർത്താവ് അരുളി ചെയ്യുന്നത്, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക എന്നാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ നിന്നെ ശിക്ഷിക്കുന്നതിന് പകരം നിനക്ക് എന്നോട് കൂട്ടായ്മയും സമ്പർക്കവും ഉണ്ടാകാം എന്നാണ് കർത്താവ് പറയുന്നതിൻ്റെ സാരം. ജാഗ്രതയുള്ളവനായിരിക്കുക എന്ന വാക്കിൻ്റെ ആശയം നിന്റെ ശീതോഷ്ണ അവസ്ഥയിൽ നിന്നും അഥവാ ഉദാസീനതയിൽ നിന്നും ഉണർന്ന് ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവർ ആയിരിക്കുക എന്നാണ് അർത്ഥം. ലവോദിക്ക സഭ മാനസാന്തരപ്പെടേണ്ടത് അവരുടെ ആത്മീയ അധപ്പതനത്തിൽ നിന്നുമാണ്. അവർക്ക് ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന കാര്യങ്ങൾ ആത്മീയമായതല്ല, ഭൗതികമായതാണ്. അത് അവർ അറിയണം. കർത്താവ് അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന് അവർക്ക് ബോധ്യപ്പെടണം. മാത്രവുമല്ല, കർത്താവിൽ നിന്നും ലഭിക്കേണ്ട അനുഗ്രഹങ്ങളും ആത്മീയ സമ്പത്തും
അവർ സ്വന്തമാക്കണം. അതാണ് കർത്താവ് അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കർത്താവുമായി അടുത്ത ബന്ധം പുലർത്തുകയും കൂട്ടായ്മ അനുഭവിക്കുകയും ചെയ്യുവാൻ അവരെ കർത്താവ് വീണ്ടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. 20-ാം വാക്യത്തിൽ അതാണ് കർത്താവ് പറയുന്നത്. ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇവിടെ വ്യക്തിപരമായി കർത്താവ് ഓരോരുത്തരോടും ഇടപെടുന്നതായി കാണുന്നു. ആരെങ്കിലും എന്ന വാക്കുകൊണ്ട് അതാണല്ലോ അർത്ഥമാക്കുന്നത്. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്നും ആരെങ്കിലും വാതിൽ തുറന്നാൽ കർത്താവ് അവൻ്റെ അടുക്കൽ ചെല്ലുമെന്നും അവർ ഒരുമിച്ച് അത്താഴം കഴിക്കുമെന്നുമാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഒരു വിശ്വാസി അഥവാ ദൈവ പൈതൽ കർത്താവിനായി തുറന്നുകൊടുക്കേണ്ട വാതിൽ എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ടാകാവുന്നതാണല്ലോ. അടഞ്ഞുകിടക്കുന്ന വാതിലാണ് അത് തുറക്കുവാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആ വ്യക്തിക്കാണ്. കർത്താവ് അതൊരിക്കലും ചവിട്ടി തുറക്കുകയില്ല. അവൻ്റെ അടുക്കൽ ചെല്ലുന്നതിന് തടസ്സമായിരിക്കുന്നത് ഈ വാതിൽ അടഞ്ഞുകിടക്കുന്നു എന്നതാണല്ലോ. കർത്താവുമായി കൂട്ടായ്മ ബന്ധം പുലർത്തുന്നതിന് തടസ്സമായിട്ടുള്ള എന്തും ഈ വാതിലിനോട് ഉപമിക്കാവുന്നതാണ്. ഒരു പിന്മാറ്റക്കാരനായ വിശ്വാസിയിൽ കാണപ്പെടുന്ന അനേക കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുവാനുണ്ട്. എന്നാൽ അവരവർ അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതായിരിക്കും നല്ലത്. കർത്താവിന് കടന്നു വരുവാൻ, സ്വതന്ത്രമായി കടന്നു വരുവാൻ തടസ്സമായ കാര്യങ്ങൾ സ്വന്തം ഇഷ്ടത്താൽ മാറ്റിക്കളയുവാൻ തയ്യാറായാൽ കർത്താവ് കടന്നു വന്ന് ഒരുമിച്ച് അത്താഴം കഴിക്കുന്ന സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവം ഉണ്ടാകും. ആത്മീയ സന്തോഷവും ചൈതന്യവും ആവേശവുമില്ലാത്ത അനുഭവമാണോ എനിക്കുള്ളതെന്ന് ഓരോരുത്തർ പരിശോധിക്കട്ടെ. ആർ അത് ചെയ്യുന്നു എന്ന് കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുന്നതുവരെ അവൻ കാത്തിരിക്കും. അവനെ മുഴുവനായി ആശ്രയിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ അറകളിലും അവനായി തുറന്നുകൊടുക്കുകയും ചെയ്യുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് കർത്താവ് പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്നാണ്. ജയിക്കുന്നവന് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം നാം ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ നാം പരാജയപ്പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ജയിക്കുവാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഓർക്കുമല്ലോ. ആ ഭാഗത്ത് വിവരിച്ചിട്ടുള്ള സകല കാര്യങ്ങളിലും ഒരു വിശ്വാസിക്ക് പൂർണ്ണ ജയമുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഒരു ജയത്തിൽ ആണല്ലോ. അവസാനം വരെ ആ ജയം തുടരുകയും ചെയ്യും. പൂർണ്ണ ജയം എന്ന് പറയുന്നത് അതാണ്. ഈ ലോകത്തിൽ ഒരു ജയജീവിതമാണ് യഥാർത്ഥ ദൈവപൈതലിന് ഉള്ളത്. നമ്മുടെ കർത്താവ് ആ ജയം നമുക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അങ്ങനെ യഥാർത്ഥ ദൈവമക്കൾ ജയാളികളായിത്തീരുന്നു. അവർക്ക് കർത്താവ് കൊടുക്കുന്ന പ്രതിഫലം അഥവാ അവകാശം തന്നോട് കൂടെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന വിശേഷ പദവിയാണ്. കർത്താവ് മരിക്കുന്നതിന് തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഓർക്കുക, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമ്മുടെ കർത്താവ് എവിടെ ഇരിക്കുന്നുവോ അവിടെയാണ് നമ്മെ ഇരുത്തുവാൻ പോകുന്നത്. ഈ സത്യം മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കുറച്ച് പ്രയാസമുണ്ട്. എങ്കിലും കർത്താവ് അത് പറഞ്ഞതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. കർത്താവ് ഇരിക്കുന്നിടത്ത് അവൻ നമ്മെയും ഇരുത്തും. അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നത്. സെബദിപുത്രന്മാരുടെ അമ്മ കർത്താവിനോട്, എൻ്റെ പുത്രന്മാർ ഇരുവരും, അതായത് യോഹന്നാനും യാക്കോബും, നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് അപേക്ഷിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജാവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത് ആഗ്രഹിക്കത്തക്ക ഏറ്റവും വലിയ പദവിയാണ്. വേറൊരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും എന്ന് പറഞ്ഞു. അവർക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു ഒരു സിംഹാസനത്തിലിരിക്കുക എന്ന കാര്യം. അതെല്ലാം സത്യം തന്നെ. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകുമെന്നാണ്. എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ എന്നും കൂടെ കർത്താവ് കൂട്ടിച്ചേർത്തു. പിതാവിൻ്റെ സിംഹാസനത്തിൽ പുത്രൻ ഇരുന്നതുപോലെ പുത്രൻ്റെ സിംഹാസനത്തിൽ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുത്രന്മാർ ഇരിക്കും. മാനുഷിക ഭാഷകളാൽ
വിവരിക്കുവാൻ അസാധ്യമായ ഒരു സത്യമാണ് ഇത്. നമ്മുടെ യുക്തിക്കും ചിന്തയ്ക്കും അതീതമായ ഒരവകാശമാണ് ഇത്. കർത്താവ് നമ്മെ രക്ഷിച്ചത് കേവലം സ്വർഗത്തിൽ ഒരു മൂലയിൽ കൊണ്ടുചെന്നിരുത്തുവാനല്ല, അവനോട് കൂടെ അവൻ്റെ മഹത്വത്തിൽ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുവാനാണ്. ഈ ചിന്ത നമ്മിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുന്നു എന്നത് അതിപ്രധാനമായ ഒരു കാര്യമായിരിക്കും. ഈ ലോക ജീവിതത്തിൽ ആ പ്രതികരണം കാണിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. നാം എങ്ങനെ ജീവിക്കുന്നു? പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതുന്നത് നോക്കുക. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ നാം കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. കർത്താവിനോട് കൂടെ ജീവിക്കുവാനും അവന് വേണ്ടി സഹിക്കുവാനും നാം സന്നദ്ധരാണോ? ഈ ലോക ജീവിതത്തിലെ പോരാട്ടങ്ങളിൽ അവനെ തള്ളിപ്പറയാതെ അവനെ എവിടെയും ഏറ്റുപറഞ്ഞുകൊണ്ട് അവനായി ജീവിക്കുവാൻ നാം മനസ്സുവയ്ക്കുമോ? അതാണ് നമ്മുടെ ജയം. നമ്മുടെ കർത്താവ് അതിന് നമ്മെ അവരെയും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ നിന്നാണ് ഇതുവരെ നാം പഠിച്ചുകൊണ്ടിരുന്നത്. 7 സഭകൾക്കുള്ള നമ്മുടെ കർത്താവിൻ്റെ സന്ദേശങ്ങൾ വളരെയധികം സത്യങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അവ മുഴുവനും വിശദീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏതു കാലത്തും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാർഗദർശിയായി ഈ സന്ദേശങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. അത് വായിച്ച് പഠിച്ച് ജീവിതത്തിൽ ധന്യരായിത്തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. തെറ്റുകൾ തിരുത്തുവാൻ, ഉപദേശങ്ങളിൽ നിലനിൽക്കുവാൻ, പോരാട്ടങ്ങളിൽ ജയിക്കുവാൻ, പരാജയങ്ങളെ അതിജീവിക്കുവാൻ, പ്രത്യാശയിൽ സ്ഥിരപ്പെടുവാൻ, വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, സ്നേഹത്തിൽ വളരുവാൻ, സഹിഷ്ണുതയിൽ സ്ഥിരതയുള്ളവരാകുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ ഈ പഠനം മൂലം കർത്താവ് നമ്മെ അവരെയും സഹായിക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് അത് കേൾക്കാം.